നമുക്കറിയാം ഈശോനെ പടയാളികൾ ഈ പിലാത്തോസിന്റെ പ്രത്തോറിയത്തിൽ കൊണ്ടുവരുന്നുണ്ട്. ഈ ബൈബിൾ പറയുന്നുണ്ട്, അതായത് ഈശോയെ ആ പ്രത്തോറിയത്തിൽ നിർത്തിയതിന്റെ പിറ്റേ ദിവസം സാബത്തായിരുന്നു. അപ്പൊ ഈ പ്രത്തോറിയം എന്ന് പറഞ്ഞാൽ വിശുദ്ധമായിട്ടുള്ള സ്ഥലമല്ല, അശുദ്ധമായിട്ടുള്ള ഒരു സ്ഥലമാണ്. ഈശോനെ അവിടെ നിർത്തിയേക്കുവാ. നമ്മുടെ ദൈവത്തെ അവിടെ നിർത്തിയേക്കുവാ അതിന്റെ നടുവില്. അത് അശുദ്ധമായിട്ടുള്ള സ്ഥലമായോണ്ട് ആരും അങ്ങോട്ട് കയറില്ലെന്നാ പറഞ്ഞേ. നീമെന്യരോ യഹൂദ ഒന്നും ആരും അങ്ങോട്ട് കയറിയില്ല. പിലാത്തോസ് പുറത്തു വന്നിട്ട് ഇവരോട് ചോദിക്കുന്നേ ഓരോ കാര്യങ്ങൾ എന്ന് വചനം പറയുന്നുണ്ട്. നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി അശുദ്ധമായിട്ടുള്ള സ്ഥലത്ത് നിൽക്കുക, ആരും തിരിഞ്ഞു നോക്കില്ല, തന്നെ നിൽക്കുക അശുദ്ധമായിട്ടുള്ള സ്ഥലത്ത് പ്രത്തോറിയത്തില്. എന്നിട്ട് ഈശോ അവിടെ അവിടെ കടന്നിട്ട് ഈശോയെ ഒരു മറ്റേ നമ്മുടെ ഈ ഒരു സാപത്ത് സമയത്ത് ആ ഒരു സമയത്ത് ഒരാളെ പകരം വിട്ടുകൊടുക്കുന്നുണ്ട്, ജയിലിൽ കിടക്കുന്ന ഒരു പുള്ളീനെ. അപ്പം ഈശോയെ വേണോ ആ ഒരു വ്യക്തിയെ വേണോ എന്ന് ചോദിക്കുമ്പം എല്ലാവരും ഒറ്റവായി പറയുന്നുണ്ട്, ഈശോനെ ക്രൂശിക്കുക, മറ്റവനെ വിട്ടുതരിക എന്ന് പറയുന്നുണ്ട്. എന്നിട്ടും ഈശോ ഒന്നും പറയുന്നില്ല. ഈശോ നമ്മളോട് സ്നേഹത്തെപ്പറ്റി അവിടെ നിൽക്കുക. ആരുമില്ല, തൻ്റെ കൂടെ ആരുമില്ല, ഒറ്റയ്ക്കാ നിൽക്കുന്നത്. ഒറ്റയ്ക്ക് ഈശോ നിൽക്കുക. എന്നിട്ട് നമുക്കറിയാം, നമുക്ക് ഈ പാഷൻ ഓഫ് ക്രൈസ്റ്റ് കാണുമ്പോൾ നമുക്കറിയാം ഈശോ അവിടെ ഈശോനെ കെട്ടിയിട്ടേക്കും ആ ഒരു പ്രത്തോറിയത്തില്. എന്നിട്ട് ഈശോനെ അടിക്കുന്നുണ്ട്. എന്തൊരു അടിക്കുന്നേ! ഈശോനെ തലങ്ങും വിലങ്ങും അവര് അടിക്കുന്നുണ്ട്. അടിച്ചടിച്ച് നമുക്കറിയാം ഈശോയുടെ ശരീരത്തിൽ 5000-ൽ പരം മുറിവുണ്ടായിരുന്നു. നമുക്കൊന്ന് ചിന്തിക്കാൻ പറ്റുമോ? 5000-ൽ പരം മുറി എന്ന് പറയുമ്പോൾ തൊലി പോലും കാണത്തില്ല, ഫുള്ള് ദശയായിരിക്കും കാണാൻ പറ്റുന്നത്. അത്രയും മാത്രം അടിക്കുക. എല്ലാരും അടിക്കുന്നുണ്ട്, പ്രഹരിക്കുന്നുണ്ട്, തുപ്പുന്നുണ്ട്, കളിയാക്കുന്നുണ്ട്. എന്തോരം വേദന സഹിക്കുന്നത്. പക്ഷെ ഈശോയുടെ മനസ്സിൽ ഏറ്റവും കൂടുതൽ മുന്നിൽ നിന്നൊരു കാര്യമാണ്, നമ്മോടുള്ള സ്നേഹം മാത്രം ഉണ്ടായിരുന്നുള്ള കർത്താവിന്. നമ്മോടുള്ള സ്നേഹം മാത്രം ഉണ്ടായിരുന്നുള്ള കർത്താവിന്. കർത്താവ് അവിടെ ഒന്ന് സഹിക്കുക, ഒറ്റയ്ക്ക് ഉണ്ടായിരുന്നു. നിങ്ങൾ ഓർക്കണേ, നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ജീവിതത്തിൽ നമ്മളിങ്ങനെ ഒറ്റയ്ക്കായി പോകുന്നു, അല്ലെങ്കിൽ ചെറിയൊരു വേദന നമുക്ക് ഈശോയുടെ സ്നേഹത്തെപ്പറ്റി സഹിക്കാൻ പറ്റുന്നില്ല, നമ്മൾ ചിന്തിക്കണം ഇതിലൂടെ കടന്നു പോകുമ്പോഴേ. അതുപോലെ തന്നെ ഈശോയുടെ തലയിൽ മുൾമുടി ധരിക്കുന്നുണ്ട്. എന്ത് വേദന! ആ മുള്ളിങ്ങനെ തലയിലോട്ട് കുത്തി ഇറക്കുമ്പം ഈശോ എന്തൊരു വേദന സഹിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ്, ഈശോ അപ്പോഴും ചിന്തിച്ചൊരു കാര്യമുള്ളൂ, നമുക്ക് വേണ്ടിയാ ഈശോ ആ വേദന സഹിക്കുന്നത്. നമ്മളത് ഒത്തിരി ചിന്തിക്കേണ്ട കാര്യമാണ്. എന്നിട്ട് ഈശോയുടെ ഡ്രസ്സൊക്കെ ഉരിഞ്ഞ് മാറ്റി ഒരു ചുമന്ന മേലങ്കി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഈശോനെ ആ കുരിശ് കയറ്റുക. നമുക്കറിയാം, ഞാൻ ഇവിടെ വായിച്ചാണ് 72 അവേഴ്സ് ഈശോ വെള്ളവും ഭക്ഷണമൊന്നും കഴിക്കാണ്ട് നിൽക്കുക. ഈ അടിയേറ്റിട്ട് നിൽക്കുക, ഈ അടിയേറ്റ് തളർന്ന് നിൽക്കുക. നമുക്കറിയാം, നമ്മൾ ഒരു നേരം തന്നെ കഴിച്ചില്ലെങ്കിൽ എന്തൊരു ബുദ്ധിമുട്ടാ. ഈശോ തളർന്ന് നിൽക്കുക, ഇത്ര അടിയിട്ട് നിൽക്കുക. എന്നിട്ട് ഇനി ആ മല കയറണം, ആ കുരിശിൻ ചുമന്ന് കയറണം. അത്രയും കനമുള്ള കുരിശിൻ ചുമന്ന് കർത്താവ് മല കയറുക. ഇതിന്റെ ഇടയ്ക്ക് ഈശോനെ അടിക്കുന്നുണ്ട്. നമ്മൾ കുരിശിന്റെ വഴിയിൽ 3 പ്രാവശ്യം വീഴുന്നു കേൾക്കുന്നത്, പക്ഷെ അതിൽ കൂടുതൽ എത്ര പ്രാവശ്യം വീണിട്ടുണ്ടാവും. ഇതിന്റെ ഇടയ്ക്ക് ഈശോനെ ഒത്തിരി അടിക്കുന്നുണ്ട് ആൾക്കാർ, ഒത്തിരി ദ്രോഹിക്കുന്നുണ്ട്, ഒത്തിരി വേദനിപ്പിക്കുന്നുണ്ട്, തുപ്പുന്നുണ്ട്, അടിക്കുന്നുണ്ട്. ഇതൊക്കെ ഏറ്റിട്ട് കർത്താവിന്റെ മുന്നിൽ ഒറ്റ ഒരു കാര്യം ഉണ്ടായിരുന്നു, നമ്മളോടുള്ള സ്നേഹം, നമ്മളോടുള്ള ഒറ്റ ഒരു സ്നേഹം, നമുക്ക് രക്ഷ നേടിത്തരാൻ. എൻ്റെ മക്കളെ ഞാൻ അവസാനം വരെ സ്നേഹിക്കും എന്ന് പറഞ്ഞ് ഉള്ളൊരു സ്നേഹമാണ് കർത്താവിനുണ്ടായിരുന്നത്. നമുക്കറിയാം, ഇനി കുരിശുമല കയറുന്നുണ്ട്. ഈശോ അവിടെ കുരിശിന്റെ ആ ഒരു സ്ഥലത്ത് ചെന്നിട്ട് ഈശോയുടെ കൈകളിലും കാലുകളിലും ആണി തറയ്ക്കുന്നുണ്ട്. അപ്പൊ നമുക്കറിയാം, അവർ നേരത്തെ ഈ കുരിശിന്റെ സ്ഥാനത്ത് ഇങ്ങനെ ഹോൾ ഇട്ട് വെച്ചിട്ടുണ്ട്, ഇന്ന സ്ഥലത്ത് കുരിശ് തറയ്ക്കണം എന്നുള്ള രീതിയിൽ. അപ്പൊ ഈശോയുടെ ഈ കൈ തറച്ചു. ഈ കൈ വലിച്ചപ്പത്തേനും അങ്ങോട്ട് എത്തുന്നില്ല, കാരണം ഹോള് കുറച്ചുകൂടെ അപ്പുറത്താ. അപ്പം അവരാ കൈ വലിക്കുക, ഇവിടെ ആണി നിറച്ച് കയറ്റി, എന്നിട്ട് ആ കൈ വലിക്കുക. എന്തൊരു ആ വലിക്കലിന് ഈശോയുടെ ഈ ഒരു ഷോൾഡർ ഒടിഞ്ഞു. അപ്പൊ ഈശോ എന്തൊരു ആ ഹോളിൽ എത്തുന്നവരെ അവർ വലിച്ചവര്. എന്നിട്ട് അവർ ആണി നിറച്ചു, കൈകളിലും കാലിലും ആണി നിറച്ചു. എന്നിട്ട് ഈ കുരിച്ച് തിരിച്ചു കിടത്തിട്ട് വേണം ഈശോയുടെ കയ്യിൽ ആ തുളഞ്ഞു കയറിയ ആണി വളച്ചു വെക്കാൻ. എന്നിട്ട് ഇവര് ആ കുരിശെടുത്ത് ഒറ്റയിടും. നമ്മൾ ഈ പാഷൻ ഓഫ് ക്രൈസ്റ്റ് കണ്ടാൽ കൃത്യം അറിയാം. പക്ഷെ അതൊന്നും ആയിരിക്കില്ല, സിനിമയ്ക്ക് ഒരു പരിധി ഉണ്ടല്ലോ. പക്ഷെ അതിലപ്പുറം നമ്മൾ ചിന്തിച്ചു നോക്കണം, അതിനെക്കൂടെ എന്തൊരു ഭീകരം ആ ഒരു രംഗം എന്നുള്ളത്. ഈശോനെ കമത്തി കിടത്തി അടിക്കുന്നു. എന്നിട്ട് ഈ പാഷൻ ഓഫ് ക്രൈസ്റ്റിൽ കാണുന്നതാണ്, ഈ ഒരു കുരിശ് എന്നിട്ട് തറച്ച കുരിശ് ആ ഒരു കുത്തി നിർത്തുന്ന ആ ഒരു കുഴിയില്ല, അതിലോട്ട് എടുത്തിടുക. അപ്പൊ ഈ കുരിശ് കിടന്ന് ആടുന്നുണ്ട്. ഈശോ ആണെങ്കിൽ കുരിശിൽ 3 ആണിപ്പഴുതി കിടക്കുക. എന്നിട്ട് ഇതിങ്ങനെ കിടന്ന് ആടുമ്പോൾ എന്തൊരു വേദന നമ്മുടെ കർത്താവ് സ്നേഹിച്ചേ. അതുപോലെ തന്നെ ഞാൻ വായിച്ചൊരു കാര്യമാണ്, അതായത് ഈശോയ്ക്ക് ഈ കുരിശ് കിടക്കുമ്പോൾ ആ ഒരു പൊസിഷനിൽ കിടക്കുമ്പോൾ ഈശോയ്ക്ക് ശ്വാസം വലിക്കാൻ പറ്റത്തില്ല, ശ്വാസം ഒട്ടും വലിക്കാൻ പറ്റത്തില്ല. പക്ഷെ ഈശോ അപ്പൊ ഈ കാലിങ്ങനെ കുത്തിയിട്ട് പയ്യെ മുകളിലോട്ട് വലിഞ്ഞ ശ്വാസം വലിക്കുന്നത്. ഇത് ഞാൻ എവിടെ വായിച്ച കേട്ടോ, ഈ പാഷൻ ഓഫ് ക്രൈസ്റ്റിന്റെ തന്നെ എന്തോ നൊവേനയുടെ സമയത്ത് ഞാൻ എവിടെ വായിച്ച കേട്ടോ. നിങ്ങൾക്ക് വായിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. അപ്പം
ഇങ്ങനെ ഈശോ മോളിലോട്ട് വലിഞ്ഞിട്ടാ ശ്വാസം വിടുന്നത്. അപ്പൊ ഈ മോളിലോട്ട് വലിയുമ്പം ഈശോയുടെ പുറത്തൊന്നും അടിയേറ്റ് ഇങ്ങനെ ദശകൾ മാത്രം, ഈ തൊലിയൊന്നും കാണില്ല. അപ്പം ഈ പുറത്ത് ഇങ്ങനെ വലിയുമ്പം ഈ കുരിശി കിടക്കുന്ന ആ കുരിശിന്റെ ആ കുഞ്ഞു കുഞ്ഞു കുത്തി കയറുന്ന സാധനങ്ങളൊക്കെ ഇതിൽ ഒന്നുകൂടെ കുത്തി കയറിയിട്ട് ഈശോയ്ക്ക് പിന്നെ വേദന എടുക്കുക. എന്നിട്ടും അത്രയും വേദന എടുത്ത് അവസാന നിമിഷം ഈശോ പറഞ്ഞൊരു വാക്കാ, പിതാവേ, ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവർ അറിയുന്നില്ല, ഇവരോട് ക്ഷമിക്കണേന്ന്. ഇത്രയും ചെയ്ത മനുഷ്യർക്ക് വേണ്ടി ഈശോ അവിടെ കിടന്ന് പറയുക, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. സ്വന്തം അമ്മയുടെ മുന്നിൽ അത്രയും ക്രൂരമായിട്ട് നമ്മുടെ കർത്താവിനെ അവര് കുരിശി തറച്ചിട്ട് അവർക്ക് വേണ്ടി ഈശോ പ്രാർത്ഥിക്കുക. അതുപോലെ തന്നെ നമുക്കറിയാം നല്ല കള്ളൻ അല്ലേ, 2 കള്ളന്മാരുണ്ടായിരുന്നു, അതിൽ നല്ല കള്ളൻ ഈശോയോട് പറയുന്നുണ്ട്, ദൈവമാണെന്ന് മനസ്സിലാക്കിയിട്ട് പറയുന്നുണ്ട്, നിന്റെ പറുദീസയിൽ നിന്നായിരിക്കും എന്നെ ഓർക്കണേന്ന്. ദൈവമല്ലേ, എന്തോരം പാപം ചെയ്തിട്ട്, അവനും പാപം ചെയ്തിട്ടാണ് അവനെ കുരിശി തറയ്ക്കുന്നത്. അവൻ ശരിക്കുള്ള തെറ്റ് ചെയ്തിട്ടാണ് അവനെ കുരിശി തറയ്ക്കുന്നത്. അപ്പം ഈശോ അവനെ നോക്കിയിട്ട് ഇങ്ങനെ പറയുന്നുള്ളൂ, അത്രയും വേദന സഹിച്ച് ഈ കുരിശി കിടക്കുന്നവന്റെയും കൂടെ വേദന ഈശോ ഏറ്റെടുത്തേക്കണേ, പാപത്തിനുള്ള പരിഹാരമാണല്ലോ ഏറ്റെടുത്തേക്കണേ. എന്നിട്ട് അവനെ നോക്കി ഈശോ പറയുക, നീ ഇന്ന് എൻ്റെ കൂടെ പറുദീസയിലായിരിക്കുമെന്ന്. ഞാൻ ആലോചിക്കും, ഇങ്ങനെയൊക്കെ എങ്ങനെ സ്നേഹിക്കാൻ പറ്റുന്നതെന്ന്. ഒരു മനുഷ്യൻ, ഒരു ദൈവം മനുഷ്യനായിട്ട് ഇറങ്ങി വന്നിട്ട് ഇങ്ങനെ സ്നേഹിക്കാൻ പറ്റുന്നതെന്ന് നമ്മൾ ഇതൊക്കെ പറയുമ്പോൾ ചിന്തിക്കേണ്ടത്. അതുപോലെ തന്നെ ഈശോ, നമുക്കറിയാം, ഈശോയുടെ വിലാപിലോട്ട് കുത്തുന്ന ഒരു പടയാളിയുണ്ട്. അയാളുടെ മേത്തോട്ട് ഈശോയുടെ രക്തം ചാടുമ്പോൾ അവസാനത്തെ ആ രക്തത്തുള്ളി ചാടുക. അപ്പോഴും ഈശോ അവനെ സുഖപ്പെടുത്തുക. അവന്റെ അന്ധത മാറിയെന്നാ പറയുന്നത്, സുഖപ്പെടുത്തുക. ലാസ്റ്റ് അത്രയും വേദനയുടെ സമയത്തും തന്നെ ദ്രോഹിച്ചവരെ സുഖപ്പെടുത്താൻ കാണിക്കുന്ന ഒരു കരുണ, ഒരു സ്നേഹം. അതുപോലെ തന്നെ നമുക്കറിയാം, ഈശോ എല്ലാം നമുക്ക് തന്നു. സ്വന്തം ശരീരം തന്നു, സ്വന്തം രക്തം തന്നു, സ്വന്തം ആത്മാവിനെ തന്നു, പരിശുദ്ധാത്മാവിനെ സഹായകനായി തന്നു, സ്വന്തം അമ്മേനെയും നമുക്ക് തന്നു, എല്ലാം തന്നു. ജീവൻ തന്നു, സ്വന്തം ആത്മാവിനെ തന്നു, സ്വന്തം അമ്മേനെ തന്നു, എല്ലാം തന്നു. നമുക്ക് വേണ്ടി ഇനി തരാനൊന്നുമില്ല. എല്ലാം തന്നിട്ട് ഈശോ പറയുക, ഇതുപോലെ നിങ്ങൾ സ്നേഹിക്കണമെന്ന്. നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം. നമുക്കിപ്പോൾ അറിയാം, നമുക്കൊരു കുഞ്ഞ് വിഷമം വന്നാൽ തന്നെ നമ്മൾ എന്ത് പറയും, കർത്താവിനെ നമ്മൾ പോയി ഭരിക്കും. കർത്താവ്, എനിക്ക് തലവേദന സഹിക്കാൻ പറ്റുന്നില്ല കർത്താവ്, എനിക്ക് വയറുവേദന സഹിക്കാൻ പറ്റുന്നില്ല കർത്താവ്, എനിക്ക് അത് സഹിക്കാൻ പറ്റുന്നില്ല കർത്താവ്, എനിക്ക് ഇത് സഹിക്കാൻ പറ്റുന്നില്ല കർത്താവ്. അപ്പൊ കർത്താവ് നമ്മളോട് ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, ഞാൻ ഇത്രയും സഹിച്ചതാണ്, എനിക്ക് അതുപോലെ സഹിക്കാൻ പറ്റുന്നില്ല എന്ന് കർത്താവ് നമ്മളോട് ചോദിക്കും.